അത് രാവിലെ ഇറങ്ങുവാണ് ചോർ ബസാറിൽ പോകാൻ വേണ്ടി. നല്ല മഴയുണ്ടായിരുന്നു രാത്രി എന്ന് തോന്നുന്നു. ഫുള്ള് നനഞ്ഞ് കിടക്കുവാണ്. രാത്രി നല്ല മഴയായിരുന്നു തോന്നുന്നു. ഇപ്പോഴും ചാറുന്നുണ്ട്. അതെ, സ്ക്രീനിൽ വെള്ളം വീഴുമായിരിക്കും എന്തിലാട്ടെ. അപ്പം നമുക്ക് നോക്കാം. ഇന്ന് ചോർ ബസാർ കുളമാവുമെന്ന് കണ്ടറിയാം. അപ്പം ശരി, നമ്മളവിടെ ചെന്നിട്ട് നോക്കാം. എന്തൊരു ഇൻഫ്ലുവൻസ്. പിന്നെ നമ്മുടെ ചാനൽ നമ്മുടെ പേജ് കാണുന്നൊരു 2 പേര്, അതിൽ ഒരാൾ 2 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരാൾ ഇന്നലെ രാത്രി തന്നെ വിളിച്ച് ശരി രാവിലെ ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി. ഇപ്പോൾ രാവിലെ പുള്ളി ഒന്നും കൂടെ വിളിച്ചു, എവിടെയാണ് നിൽക്കുന്നത്, ഗേറ്റ് നമ്പർ 1 വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളീനെ ഒന്ന് കാണാം, എന്നിട്ട് ഒരുമിച്ച് പോവാം. ഫുള്ളും വെള്ളം നിറഞ്ഞ് കിടക്കുവാണല്ലോ. എന്തോ ചോർ ബസാറിൻ്റെ കാര്യം തീരുമാനമാണെന്ന് തോന്നുന്നു. അതും കൊള്ളാം, നല്ല മഴയുണ്ട്, വേനൽ മഴ ഉണ്ടോ, മഴ പെയ്യുന്നുണ്ട്. പട്ടിക്കുട്ടി പഠിക്കില്ലേ എൻ്റെ അമ്മ? ഓ മോനെ, ഫുള്ള് സീനാണല്ലോ. കപ്പല് മയ്യത്തോ, സൂപ്പർ. ഓട്ടോ പോലും കിട്ടത്തില്ല, നടന്നെ പോകേണ്ടി വരുമെന്നത് തിരമാലടിക്കും. ഓട്ടോ പോലും കിട്ടത്തില്ല. ഇത് ഇവിടെ മെട്രോ സ്റ്റേഷനാണ്. ഇതാണ് ചാവടി മെട്രോ സ്റ്റേഷൻ. ഇവിടെ ഇറങ്ങിയിട്ടൊരു ഓട്ടോ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗേറ്റ് നമ്പർ 1 ജാമാ മസ്ജിദിൽ പോവാം. പക്ഷേ ഓട്ടോ ഇല്ലെന്ന് തോന്നുന്നു. എടാ ഇടിച്ച് തെറിപ്പിക്കല്ലേ, നടന്നെ പോകേണ്ടി വരും. 80 അൻപിനിൽ രാവിലെ തന്നെ ഒരു വണ്ടിയിലെ സാധനമൊക്കെ കയറ്റാൻ നോക്കുവാണ്. കാരണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് തിരക്കായിരിക്കും. രാവിലെ തന്നെ വണ്ടിയിൽ മിക്ക രാത്രികളാണ് വണ്ടിയിൽ നിന്ന് സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നത്. രാത്രി 8 കൂടെ ഇവിടെ അല്ല, ഏത് മാർക്കറ്റിൽ പോയാലും ഈ ഓൾഡ് ഡൽഹിയിൽ എവിടെ പോയാലും ഫുള്ള് ട്രക്സ് കാണാൻ പറ്റും. സോ നടന്ന് നമ്മളിത് ജാമാ മസ്ജിദ് എത്താറായി. ഇതിൻ്റെ പുറകിലാണ്, നേരെ ഓപ്പോസിറ്റാണ് ചോർ ബസാർ. സമയം രാവിലെ 5:30. തിരക്ക് നിറഞ്ഞ ജാമാ മസ്ജിദിൻ്റെ രാവിലത്തെ കാഴ്ച ഇതാണ്. ജാമാ മസ്ജിദ് രാവിലെ മാർക്കറ്റിൻ്റെ അവസ്ഥ, അതിരാവിലെ മാർക്കറ്റിൻ്റെ അവസ്ഥയിലാണ്. കാണിച്ച് മോ കാണിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഒരു മിനിറ്റ്, ഇനിയെന്ന് പറഞ്ഞ് എങ്ങനെയാ വന്നേ? ജനറലി കയറി, നാട്ടിൽ നിന്ന് ജനറലി കയറി. ഞാൻ പറഞ്ഞത് എനിക്ക് മാത്രമേ ഭ്രാന്തുള്ളത്, എന്നെക്കാളും ഭ്രാന്തനായിട്ടൊരുത്തിനെ ഞാൻ കണ്ടു. എന്നോട് ബഡ്ജറ്റ് ചോദിച്ചു, ഞാൻ 10 പറഞ്ഞു. പുള്ളി 6 രൂപയായിട്ട് ജനറലി കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് കഥ പറയട്ടെ, കേക്കട്ടെ. മുംബൈന്ന് കയറി, കേരളത്തിൽ നേരെ മുംബൈക്ക് കയറി. മുംബൈ പോയിട്ട് ഇപ്പൊ സ്റ്റേ ചെയ്തോ? മുംബൈയിൽ സ്റ്റേ ചെയ്തില്ല, എനിക്ക് അവിടുന്ന് ട്രെയിനിൽ കുറച്ച് മലയാളി ടീംസിന് കിട്ടി. ഓക്കെ. ഓലപ്പുറം നിന്ന് പിന്നെ ഓലപ്പുറം സ്റ്റേ ചെയ്തില്ല. പിന്നെ ജനറലി തന്നെ മലയാളീസ് ഉണ്ടായിരുന്നു. മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, മുംബൈ വരെ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഇതില് പോന്ന്, പഞ്ചാബ് മെയിലിൽ പോന്ന്. അവിടുന്ന് ഒരു പുള്ളിക്കാരനെ പരിചയപ്പെട്ട്, മൂപ്പര് ഷൂ മേക്കിംഗ് ആണോ.
അങ്ങനെ എന്ത് ചെയ്തു, മൂപ്പര് നല്ല കമ്പനിയായി. മൂപ്പർക്ക് ഹിന്ദി അറിയാം, എനിക്ക് ഹിന്ദി അറിയില്ല, മൂപ്പർക്ക് ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദി പോലും അറിയാതെ അങ്ങനെ പകുതി വെച്ച് മൂപ്പര് നല്ല കമ്പനിയായി. മൂപ്പര് വീട്ടിൽ കൊണ്ടുപോയി ഫുഡൊക്കെ തിന്ന്, പിന്നെ അവിടെ സ്റ്റേ ചെയ്ത്. പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയോ? ആ, പുള്ളിയുടെ ചെറിയ വീടാ, കോളനി ടൈപ്പാ, മുംബൈയില്. ഓക്കെ. എന്നിട്ട് അങ്ങനെ, അല്ല മുംബൈയിലല്ല, ആഗ്രയില്ലേ? ഓക്കെ. ആ ഷൂ ചെയ്യുന്ന ആളാണ് മൂപ്പര്. ഓക്കെ. അങ്ങനെ മൂപ്പര് ഇങ്ങനെ ഫുള്ള് ഫുഡ് ചെയ്ത്, പിന്നെ മൂപ്പര് വണ്ടി എടുത്ത് ലോക്കലുള്ള സ്ഥലങ്ങൾ മൊത്തം കാണിച്ചു. 2 ദിവസം കൊണ്ട് ആഗ്ര മൊത്തം കവർ ചെയ്ത്. ഇഷ്ടപ്പെട്ടു, ഫുള്ള് കവർ ചെയ്ത്. അതുകൊണ്ട് എനിക്ക് ബഡ്ജറ്റ് നല്ല കുറഞ്ഞു കിട്ടി. പിന്നെ അതിൽ ഒരു ദിവസം ഏറ്റവും പുറത്ത് സ്റ്റേ ചെയ്ത്, മറ്റേ എനിക്ക് രാവിലെ ഇവിടെ പോകണ്ടേന്, മറ്റേ താജ്മഹലില് പുറത്തൊരു ഡോർമെറ്റ് എടുത്ത് സ്റ്റേ ചെയ്ത്. അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്ത്, അത് മാത്രം സ്ഥലത്ത് ബാക്കിയുള്ള പുള്ളി ഞാൻ അവിടുന്ന് പിന്നെ താജ്മഹൽ കണ്ട്, താജ്മഹലിലേക്ക് വേറെ എടുത്തിന് കിട്ടി, ഒരു കുനയിലെ അടുത്തന്നെ. ഓന് ഇവിടെ ശരിക്കും ഷൂ വാങ്ങാൻ വന്നതാ ഹോൾസെയിൽ പ്രൈസിന്. അങ്ങനെ പിന്നെ ഓന്റെ അപ്പുറം കൊറേ നേരം പോയി. അപ്പൊ പിന്നെ താജ്മഹൽ വേറെ എടുത്തിന് കിട്ടി മലയാളി. അങ്ങനെ ഓനും ഉണ്ടേനി. അങ്ങനെ ഞങ്ങള് 3 നാൾ. പിന്നെ ഓന് ഇവിടെ നിന്ന് ജോലി ചെയ്യാ, അവന് അവന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള താജ്മഹല്. അങ്ങനെ വന്നതോ അവന്. അങ്ങനെ ഇത് ഹാർഡ്വെയർ മാർക്കറ്റ് കേട്ടോ, ഇത് മീന ബസാർ എന്ന് പറയും. ഇപ്പൊ അടച്ചിട്ടേക്കുക. ഞാൻ പോ 2-3 ഇന്നലെ വന്ന്, മിനിഞ്ഞാന്ന് വന്ന്. സ്റ്റേ ചെയ്യുന്നോ? കൂട്ടുകാരുടെ അടുത്താണോ? അല്ലല്ല, പിന്നെ ബാഗൊക്കെ വെച്ചേക്കുന്നേ എങ്ങനെ? ബാഗ് അതൊക്കെ വെച്ചാല് ഫസ്റ്റ് ദിവസം വന്നപ്പോ എന്റെ കയ്യിലേനി സീനില്ല. പിന്നെ അത് വെച്ചിട്ട് കുറച്ച് പിന്നെ എന്ത് ചെയ്ത്, പിന്നെ 2ാമത്തെ ദിവസം ലോക്കർ റൂം വെച്ച്. വലിയ 2 ബാഗ് ഉണ്ട്, ഇതും വേറെ ഒന്നുകൂടി ഉണ്ട്. വലിയ ബാഗ് ലോക്കർ റൂം വെച്ച്. പിന്നെ നൈറ്റ് വരെ വേറെ അടി എടുക്കുന്ന. ലാസ്റ്റ് പിന്നെ കുറച്ച് മണിക്കൂറില്ലേ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് ഇറങ്ങി പുറത്ത്. രാവിലെ ആയി. പിന്നെ രാവിലെ വന്നപ്പോ തന്നെ ഫ്രഷ് അപ്പിന് റൂം എടുത്ത്. ഫ്രഷ് ചെയ്തപ്പോ ഒരു 200 റുപ്പീസിന് റൂം കിട്ടി. എവിടെ കിട്ടിയ? 1 hour. ഹൈസ്റ്റ് ഫ്രഷ് അപ്പ് ആയിട്ട് എന്ത് ചെയ്ത്, പിന്നെ ഫുള്ള് പിന്നെ മൊത്തം തന്നെ. പിന്നെ എനിക്ക് ഇന്നലെ 2 ചെക്കന്മാരെ കിട്ടി ഇന്നലെ. എന്നിട്ട് അവരിവിടെ മറ്റേ കോളേജിൽ നിന്ന് മറ്റേ സ്കോളർഷിപ്പ് കിട്ടി ഓൾ ഇന്ത്യ ട്രിപ്പ് പഠിക്കാൻ വന്നതാ. അങ്ങനെ ഓല കിട്ടി. അങ്ങനെ ഓല ആയിട്ടിന് ഫുള്ള്. അങ്ങനെ ഇപ്പൊ എന്റെ ബാഗ് കാര്യങ്ങളൊക്കെ അവരുടെ. ഓ കുഴപ്പമില്ല. അങ്ങനെ പരിചയത്തിൽ കിട്ടിയതാ, ഒരു പരിചയം ഇല്ലാത്ത നാട്ടിലോട്ടാ കേറി പോന്നെ. മാലാഖയായിട്ട് സഹായിക്കാൻ കുറച്ച് ആൾക്കാർ. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ ഗേറ്റ് നമ്പർ 2 ഇങ്ങനെ ഇറങ്ങി വരുമ്പം ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ പഴയ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് 2ാമത്തെ പോസ്റ്റ്, അതിന് നേരെ ഓപ്പോസിറ്റ്. ഇതിനകത്താണ് മാർക്കറ്റ്. ശരി. എന്താ കഥ പറഞ്ഞോ, കണ്ടിന്യൂ. ഇത് കുഴപ്പമില്ലോ. സീൻ പോയേക്ക്. കണ്ടോ യൂസ് ചെയ്ത അടിച്ചിട്ട് കഴിച്ച ഫുഡ് അടിച്ച് ട്രാവൽ ചെയ്ത്. എൻട്രി അറിയുമ്പോൾ താജ്മഹൽ, റെഡ് ഫോർട്ട്, അതിന്റെ എൻട്രി സ്റ്റേ ചെയ്തിനതാ 300-200. പിന്നെ 40 കഴിയുമ്പോൾ ബാഗിൻ്റെതാ. പിന്നെ ഷോപ്പിംഗ് ആണ് ഫുള്ള്. ഒരു 10,000-3000 രൂപ ഷോപ്പ് ചെയ്ത്. മോൻ 6000 രൂപയായിട്ട് വന്നിട്ട് 3000 രൂപ ഷോപ്പിംഗ് ആയിരുന്നു. അതില് ഇപ്പൊ 6000 രൂപ. പിന്നെ 2000, 1000, 5000 രൂപ ചെലവാ ഇതിന്റെ ഇതിന്. ഇവിടുത്തെ പോലും വരവും അതും. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടാ? ഇനി നാട്ടിലോട്ടാണോ? നാട്ടിലോട്ട് കഴിഞ്ഞോ? ഇനിയിപ്പോ ഇതിന്റെ അടുത്ത് ഇപ്പോ ഇവിടെ ചോർവസരം എന്ത് വാങ്ങാൻ 1000 രൂപ ഉണ്ട്. പിന്നെ ഞാൻ മറ്റൊരു ഷൂ നോക്കണം വിചാരിക്കുന്നുണ്ട്. ഒന്ന് വാങ്ങി സാധാ ക്വാളിറ്റിയിൽ 300 രൂപക്ക് കുഴപ്പമില്ല. ഇനി കുറച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നേ ഒന്ന് വാങ്ങണം. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 3000 വിൽക്കണേ വീട്. മറ്റേ സ്ഥലത്തിന്റെ പേര് ബ്രോനെ സ്റ്റോറി ഇട്ടീനി, പോസ്റ്റ് കരോൾ ബാഗ്. അവിടെ പോയിട്ട് നോക്കണം എന്നുണ്ട് ഇന്ന്. അത്രേ ഉള്ളൂ. തിങ്കളാഴ്ച പോവാം തിരിച്ച്. ജനറലാണോ? പോയിട്ട് ധൃതി വല്ലതും ഉണ്ടോ? നാട്ടിൽ പോയിട്ട് ഉടനെ പോയിട്ട് ഇല്ലല്ലേ? നാട്ടില് പറഞ്ഞു എനിക്ക് നാട്ടില്. അപ്പൊ ഇന്ന് ഉറങ്ങുന്ന എവിടെയാ? ഇന്നത്തെ ഇവര് ഈ 3 ചെക്കന്മാരില്ലേ, 2 ചെക്കന്മാര്, അവര് എന്തായാലും റൂമൊക്കെ എടുക്കും. എനിക്കെന്താ വെച്ചാൽ ഒറ്റ എടുക്കുമ്പോ നല്ല ബഡ്ജറ്റാ. 500, 600, 700 ഒക്കെ വേണം ഷെയറിംഗിൽ എടുക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പൊ ഇവര് ചെയ്യുമ്പോ ഇന്ന് എടുക്കാറ്, ഷെയറിംഗ് എടുക്കുക. എന്നാലും എനിക്ക് ഒന്ന് കുത്തിയൊന്ന് ഉറങ്ങണം. നാട്ടിലെവിടെയാ? നാട്ടില് കോഴിക്കോട് അല്ലേ? ബ്രോ നാട്ടിലെവിടെ? ഞാൻ നാട്ടില് കോട്ടയം പാല.
ഓക്കെ. പോളി സെക്കൻഡ് ഇയർ ആണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അന്നേരം എടുക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഫുട്ടേജ് കിട്ടത്തില്ല. ജസ്റ്റ് ഒന്ന് ചോദിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇവന്മാർ തട്ടി കയറുവേ. ചോദിച്ചില്ലെങ്കിൽ ഇവന്മാർ ചോദിക്കാൻ തന്നെ പരിപാടിയാണ്, ചോദിക്കാനൊക്കെ എടുക്കാവുന്നൊക്കെ. ഞാൻ നാളെ എന്റെ ഫ്രണ്ടിന് നോക്കാണെന്ന് പറഞ്ഞില്ലേ, അതാ പറഞ്ഞു ചോദിക്കണം. ജസ്റ്റ് रेट बताइए. ये 3,500 रुपये का, 3,500 रुपये का. अच्छा, इसका ये 4,000 रुपये का, 4,000. ये डेल का है, ये 7,500 रुपये का, 4 GB रैम 500 GB बैटरी. ये HP का है. हाँ जी. रेट नहीं पता. ये 2,500 रुपये का है. देखो यार कितना सस्ते में मिलता है. रेट भैया 350. 1350. 350 രൂപ എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ തന്നെ സാധനം എടുത്തേനെ. 1,350. അത് പുതിയ സാധനം. സോണിയുടെ പ്രൊജക്ടർ 3,500 സോണിയുടെ പ്രൊജക്ടർ. എല്ലാ लैपटॉप्स इनमें फुल लैपटॉप्स है. 3,000 और ये भी 3,000. सब 3,000 का पूरा माल. अपना शक्ल नहीं आनी चाहिए ना. हाँ ले लो कोई प्रश्न नहीं. देखो चलो. हाँ ഈ പുള്ളിയുടെയാണ് കട. 3,000 രൂപയ്ക്കാണ് പുള്ളി ഇത് മൊത്തം. മൊബൈൽ भी है? नहीं मोबाइल नहीं. अच्छा बस लैपटॉप. ठीक. പുതിയ സാധനമാണ്, അത് പഴയതല്ല. പുതിയ ഷൂ. ഈ ഷൂ ആണ് ഉണ്ടാക്കണ അവരെ പണി. അവർ മൊത്തം കാണിച്ചു തന്നെ ഉണ്ടാക്കണത്, കട്ട് ചെയ്യണത്, ഈ ഷീറ്റ് വാങ്ങണത്, അടിയിൽ സോള്, അത് ഇത്. 8,500 രൂപയുടെ. കിतना इंच का ये भैया? 42. 8,500 രൂപയുടെ 42 ഇഞ്ച്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത് ഇവന്മാർ നന്നാക്കിയിട്ട് കൊണ്ട് വിൽക്കുന്നതായിരിക്കും. അത് ഇതൊക്കെ ഈ വിലയും സ്റ്റിക്കറൊക്കെ കണ്ടിട്ട് വാങ്ങാൻ നിൽക്കരുത് കേട്ടോ. വെച്ചാൽ മെട്രോ കാർഡ് എടുക്കും, 125 രൂപ മെട്രോ കാർഡ് എടുക്കും. എടിന്റെ ഉച്ച മതി വരടിയിലും. അവിടെ ഉച്ച എന്ത് ചെയ്യോ, അവിടെ വേറെ ഏതെങ്കിലും ചെക്കന്മാരുടെ എടുക്കണേ. ഞാൻ ജോലിക്കുന്ന മറിച്ചിട്ടോ. 1,200. വളരെ വില കൂടുതലാണ്. കരോൾ ബാഗിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. റിപ്പയർ ചെയ്തല്ലേ. എത്ര വില പറഞ്ഞു? ഇത് ചാർജ് ബോർഡല്ലേ ഉണ്ടാകും. ഇതല്ലേ വേണ്ടത്. എൻ്റെ ഒരെണ്ണം ഇങ്ങനെ ആരും മോഷിച്ചോണ്ട് പോയെന്ന്. इसका रेट पूछ भैया. रेट कितना? 2200. 2,200 രൂപയാണ് പറയുന്നത്. റിപ്പയർ ചെയ്താണോ? അതെങ്ങനെ എനിക്ക് മനസ്സിലായേ? ഓപ്പൺ ആണ്. അത് ബോർഡ് എന്തോ പ്രശ്നം ഉണ്ടോ, അവർ തുറന്ന് റെഡിയാക്കി കൊണ്ട് വിൽക്കുന്നതാണെന്ന് മനസ്സിലായത്. ഓക്കെ പക്ഷേ തിരിച്ചു വെച്ചത്. ഇവിടെ വേറെ പല ഹെഡ്സെറ്റ്സും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട്. ഇതുണ്ടോ, इलेक्ट्रॉनिक्स ആണ് മൊത്തം എടുത്തിരുന്നത്. ചെറിയ ചെറിയ भैया छोटे छोटे कितने का है भाईजान? भाईजान ये छोटे छोटे स्पीकर्स कितने के हैं? हाँ छोटे वाले ये छोटे छोटे क्या कितने का है भाई? भाईजान ये छोटे छोटे स्पीकर्स ना, ये वाले छोटे 800 रुपये. 800 രൂപയാണ്. ഇത് 500 രൂപയ്ക്കെങ്കിലും കിട്ടും. പക്ഷെ എനിക്ക് വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പൈസ നിൽക്കുന്നില്ല. ഒറിജിനലാണ് കേട്ടോ. എന്തെങ്കിലും വർക്കെങ്കിലും നടന്നിട്ടുണ്ടായിരിക്കും. भैया रेट क्या है? 250. 250 രൂപ പറയണേ. നീ എടുക്കാൻ പോണോ? എടുക്കണ്ട, അവിടെ തന്നെ എടുക്കണം. അപ്പുറത്ത് അവിടെ ഇല്ലായിരുന്നോ? നീ നോക്കിയായിരുന്നോ? ഞാൻ ഷോപ്പിംഗ് ചെയ്യാനാണോ? എന്റെ ആകെ ഒരു ജീൻസ്, 3 പാന്റ്, 3 ഷർട്ട്, അതേ ഉള്ളൂ. പിന്നെ ഫുള്ള് ടീഷർട്ട്, അത് ഇത് അങ്ങനത്തെ ഐറ്റംസ്. ഇത് 150 രൂപയ്ക്ക് കിട്ടും. വേണമെങ്കിൽ എടുക്കാം. 150 രൂപയ്ക്ക് നോക്കി. വേറെ നോക്കി. അവിടെ പോയേ കബൂത്തർ മാർക്കറ്റ്. അങ്ങനെ സത്യം പറഞ്ഞാൽ മറ്റേ കൈമാറില്ലേ, ഓല നിങ്ങളെ വീഡിയോ കണ്ടിട്ട് എനിക്ക് കാണിച്ചു തരാ. ആണോ? ആടെ ഈ ഷോപ്പിൽ പോണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങള് കുറെ തപ്പി നടന്ന്. कितने का लिया? 700. 700 രൂപ. 700. अच्छा वो भी 700. ठीक है. ഹലോ, എവിടെയാ കാണുന്നില്ല.
അവിടെ ആ ഇത് അതിൻ്റെ വലത്തെ സൈഡിലോട്ട് നോക്കിക്കേ. വരുന്ന വഴി വലത്തെ സൈഡിൽ ആ അതെ ഞാൻ കണ്ടു കാക്കയല്ലേ കാക്ക. ആ പുറകോട്ട് നോക്കിയോ പുറകെ നോക്ക് ഇവിടെ പുറകെ നോക്കണോ? കാക്കാന്നല്ലേ എഴുതിയേക്കുന്നത്? ആ ഇതിവിടെ ഇതൊരു വേറൊരു നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്ന വേറൊരു വരുന്ന പുള്ളിയാണ്. അപ്പോൾ ഒത്തിരി പേരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഞാനങ്ങനെ ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. നമസ്കാരം. ഞാൻ അങ്ങനെ ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ടുള്ള നമ്മളങ്ങനെ വലിയ കൂട്ടുകാരും കമ്മികളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ പരിചയപ്പെടുന്നത്. 2 പേരുണ്ടോ? ഓക്കെ. ഇത് ഒരുപാട് പേരുണ്ടോ? ഈ പുള്ളി സെറ്റപ്പ് ആട്ടോ. കാശില്ലാതെ ഡൽഹിക്ക് പോകുന്നു എൻ്റെ വീഡിയോ ഉണ്ട്. ഭയങ്കര അഡ്വഞ്ചറാണ് പുള്ളിയുടെ കഥകൾ. 1600 450 രൂപയാണ് പറയുന്നത്. 300 രൂപയുടെ വാല്യൂ ഉള്ളൂ. അത് 1000. ഇത് എൻ്റെ ഇലക്ട്രോണിക് ജംഗിൾ എന്ന് പറഞ്ഞ വീഡിയോൻ്റെ അകത്ത് ഇതിൻ്റെയൊക്കെ വിലകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 199 രൂപയുള്ളൂ. ഇത് ഹോൾസെയിൽ എടുക്കുകയാണെങ്കിൽ. മറ്റേ എയർപോർട്ട്സ് 450 രൂപയുടെ വില പറയുന്നത് 2500 2500 कोई भी 2500 है. अच्छा പിന്നെ റേറ്റാണ് ഇന്ന്. ഇതിനൊക്കെ ചീപ്പായിട്ട് നമുക്ക് ക്യാമറ മാർക്കറ്റിൻ്റെ അവിടെ തന്നെ ഇത് നമുക്ക് ചീപ്പായിട്ട് കിട്ടും. ഇവിടെ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ കരോൾബാഗ് പോയാൽ മതി. അല്ലെങ്കിൽ ഞാൻ വാച്ചിന് തന്നെയായിട്ട് വേറൊരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ ഇതിൻ്റെ ശരിക്കുള്ള റേറ്റൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ചുമ്മാ കൗതുകത്തിന് പുറത്ത് ഞാൻ എടുക്കുന്നുള്ളൂ. ഭയ്യ റേറ്റ് 1500 1500 വേണമെന്ന്. ഏതായാലും നമുക്കത് കമ്പയർ ചെയ്ത് നോക്കാം. ഫ്യൂച്ചറിലെ വീഡിയോയ്ക്ക് അത് ഈ സാധനത്തിൻ്റെ റേറ്റും നമ്മൾ വാച്ചിൻ്റെ റേറ്റും മാർക്കറ്റിൻ്റെ റേറ്റ് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടോ ഇല്ലയോ നോക്കാം. ഇതാണ് ബോക്സ് പീസാണ്. ബോക്സ് പീസൊക്കെയാണ് ആകെ ശരിയാണ്. പക്ഷെ നമുക്ക് നോക്കാം ഇത് എൻ്റെ ശരിക്കുള്ള വാല്യൂ എന്നാണ്. ക്വാളിറ്റി ഇല്ല. അപ്പോൾ എടാ ഇത് ഫസ്റ്റ് കോപ്പിയിലും എന്നാ പറയുന്നത് പല ക്വാളിറ്റീസ് വരുന്നുണ്ട്. ഇതിന് 3 തരം ക്വാളിറ്റി ഉണ്ട്. ഫസ്റ്റ് കോപ്പി എന്ന് പറയുന്ന സാധനത്തിൽ തന്നെ 3 തരം ക്വാളിറ്റി ഉണ്ട്. ഫസ്റ്റ് ഇതിന് ഗ്ലാസ് ക്വാളിറ്റി ഇല്ല. ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. ഒറിജിനൽ വിചാരിച്ചു. കാരണം അതിന്റെ ടാഗും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് ഒറിജിനൽ ആയിരിച്ചു. പക്ഷെ ആ ടീഷർട്ടിന്റെ बहुत 4 साल हो गया. पास आने में नहीं कोई सब बढ़िया होती है भाई. तेरी वाला चला कि नहीं चला यार बता नहीं. चेक करके देंगे भाई. मार्केट में जाके देखो. സെക്കൻഡ് അല്ലേ ഇതൊക്കെ നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ സെക്കൻഡ് മറ്റേ വേസ്റ്റ് നിന്നൊക്കെ എടുത്തോണ്ടിരുന്ന സാധനം. ചിലർക്ക് വർക്കിംഗ് ആയിരിക്കും, ചിലർക്ക് വർക്കിംഗ് ആയിരിക്കത്തില്ല. साइज ठीक है. 10 नंबर है ना ये. हाँ रेट बताओ. कितना 1600 1600 രൂപ കാണിച്ചു സാധനം കാണിച്ചു. ഒറിജിനലാന്ന് മനസ്സിലായി. ഫോക്കസ് ആവുന്നില്ല പെട്ടെന്ന്. സൈസ് 10 ഇല്ല ഫോക്കസ് ആവാത്ത. ആ കാണിച്ചു 1600 ശരി. പുള്ളിയുടെ നല്ല ബ്രാൻഡ്. പുള്ളിയുടെ മോൻ കൊണ്ടുവച്ചു. പുള്ളിയുടെ ഉള്ള സാധനങ്ങളൊക്കെ നല്ല പീസായിരിക്കണം. പക്ഷേ റേറ്റാണ് നോക്കാത്ത. ഇതന്നെ റേറ്റ് എന്ന് ചോദിച്ചു. 2000 ആജസിൻ്റെ കോപ്പി 1500 രൂപയ്ക്ക് കിട്ടും. 800 പറഞ്ഞ ചിലപ്പോൾ കിട്ടും കേട്ടോ. ഇല്ല അത്രക്കില്ല. 800 രൂപയ്ക്കില്ലേ? ഇല്ല. അത് നോക്കി സോള് നോക്കി ക്വാളിറ്റി. ഇത് കോപ്പിയാണ്, ഒറിജിനൽ അല്ല. ഇതൊക്കെ ലെതറാണ് ഈ സാധനം. ഓ ഇതിന്റെ ഞാൻ പറഞ്ഞ 3000 രൂപയുടെ സാധനത്തില് ഇത് ലെതറിലാ വരിക. ഇത് അഡിഡാസ്. ഇത് അഡിഡാസിന്റെ ഇത് ഒറിജിനലാടാ. നോക്കി ഒറിജിനൽ. അതിന്റെ ക്വാളിറ്റി നോക്കി. റേറ്റ് വെച്ച് 2000. अय्यो सत्य रेट सब ओरिजिनल है भैया, पर रेट ओरिजिनल नहीं है आपका.
कम वाला है? 6,000 बाप रे, 6,000 वाला भी आपके पास? अलग थोड़ी भाई, मेरे 6,000 थोड़ी मांग रहे तुम, 1200 1500 2000 मांग रहे हो. റൈറ്റ് ഉണ്ട് ഷൂക്ക് ഇതാണല്ലേ. പിന്നെ ഒറിജിനൽ എത്ര 10-12 ഉണ്ട്. ഇതൊരു മറ്റേ ബെൻസിന്റെ എഡിഷനാക്കി വരുന്ന സാധനമാണ്. ഇതിനൊരു ബെൻസിൽ എഡിഷനാക്കി വരുന്ന സാധനമാണ്. എനിക്കിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല കേട്ടോ. ഇത് എങ്ങനെ എടുത്തത്? ഇതിന്റെ BMW എഡിഷൻ. ഇത് രണ്ട് ഇതുപോലെ ഒരു കാർ ഇറക്കിന് ഒരു സ്പോർട്സ് വരും. അപ്പൊ ഇതിന് ഇതിന് എത്ര 1,500 ഉള്ളൂ. 1,500 അല്ലേ? എനിക്കിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത ആളാ. അടുത്ത് നിൽക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് കട്ടായി 150 രൂപ പറഞ്ഞു പോയത്. അതാകട്ടെ സാംസങ്ങിന്റെ അതൊന്നും ആണെങ്കിൽ നാല് പുറത്ത് ചോദിച്ചു നോക്കി. റേറ്റ് ചോദിച്ചു നോക്കണം. ലൈറ്റർ പുള്ളി ഭയങ്കര പർച്ചേസിംഗിലാന്ന് തോന്നുന്നു. പുള്ളി പർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന ഡൽഹിയിലേക്ക്. എല്ലായിടത്ത് നോക്കുന്നുണ്ട്. എല്ലാം പോകും. എടാ അതില്ലേ കുറച്ച് പഴയത് പോലത്തെ സാധനം നോക്കാം. അപ്പോൾ ഒറിജിനലായിരിക്കും. ഒറിജിനലാണോ? ആണോ? ഓക്കെ. 600 രൂപ സീമസിൻ്റെ ഒക്കെ. എന്നെ റേറ്റ് പറയണേ. रेट क्या? रेट बताओ. 300 രൂപ. हाँ भैया थोड़ा ऊपर പറയുന്നില്ലായിരുന്നു 150 രൂപ നേരത്തെ പറഞ്ഞു തന്നു. 150 പറഞ്ഞു പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മുടെ ഇതിപ്പോൾ നടക്കുന്നതായതുകൊണ്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്യാ റേറ്റ് ഭായി? 100 രൂപ. ശരിയാ, 100 രൂപ. ഇത് റോഡ് സൈഡിലും 100 രൂപയ്ക്കൊക്കെ തന്നെ വിൽക്കുന്നത്. 400-300 ഇവിടുന്ന് അവിടെ ചെന്നിട്ട് അവരുടെ പ്രോഫിറ്റ് കൂടെ കൂടത്തില്ലേ? അതാ 250. കാർഡ് കാണിച്ച്. അല്ല പ്രൈസ് 250. നല്ലതല്ലേ? ഇത് അവിടെ കബൂത്തർ മാർക്കറ്റിൽ ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നല്ലോ. അതാണ് മറ്റേ ഓരോ സാധനത്തെ കുറിച്ച് അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. ഓരോ സാധനങ്ങളെ കുറിച്ച് അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പൊ ബ്രോന്റെ ഏലക്കായിട്ട് വീഡിയോ വെച്ചാൽ കുറെ ഏലക്കായിട്ട് നോക്കി അതിനെ കുറിച്ച് അറിയാന്. ഞാൻ ഏലക്കാടൊന്നും ഇട്ടില്ലല്ലോ. അങ്ങനല്ല, ഓരോ സാധനങ്ങളും വീഡിയോ കിട്ടിയില്ലേ? ഇപ്പൊ ഈ ഇടയ്ക്ക് ഇട്ടതാ. മറ്റേ ഏലക്കായിന്റെ തൊലി മാത്രമാക്കി പൊടിയാക്കി വിൽക്കണത്. ശരിക്കും അവന് അവിടെ കണ്ടിട്ട് പോയതല്ലേ. 4500. 4,500. അല്ലെന്ന് നിനക്ക് വേണമെന്ന് ചോദിച്ചേ. കാണിച്ച് 4,500 വേണോ? കുറച്ചല്ല. അതിന്റെ ഇവിടെ തൊട്ടൊക്കെ മെറ്റീരിയൽ ഉണ്ടോ? ഇവിടെ വരുമ്പോൾ വേറെ മെറ്റീരിയൽ ഫീൽ ചെയ്യുന്നുണ്ടോ? അത് കോപ്പിയിൽ കിട്ടൂല. കാരണം കോപ്പിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് 4,500. ഒറിജിനൽ തന്നെ വില ചോദിച്ചേ. നിങ്ങൾക്ക് സൈസ് ഉണ്ടോ? സോണിയുടെ അല്ലേ? ഇത് ഒറിജിനൽ അല്ലേ? കോപ്പിയാ? ആണോ? സൈസ് ഉണ്ടോ? എന്നാ റേറ്റ് ചോദിച്ചു? ഇതിന് 1,200. സോണി ഇതിന്റെ ഒറിജിനൽ ഉണ്ടോ വില? 1,200 രൂപ. ഈ कंपनी सोनी बॉक्स पीस मिलेगा इसका. बॉक्स पीस मिलेगा. रबर के बॉक्स में सोनी ഒക്കെ ഉണ്ടോ? 10 രൂപ ആ റേഞ്ച് റേറ്റ് ഉണ്ട്. ഇവിടെ സെൻസർ വരുന്ന ടൈപ്പാണിത്. അതേപോലെ ഇതിന് സൈസ് ഉണ്ടോ?
സോണി അല്ലേ? ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി സാധനമാണ്. കാരണം സോണി കുറച്ച് പഴയ സാധനമാണ്, അതാണ് ഇത്ര സൈസ് വരുന്നത്. നല്ല ബാറ്ററി ബാക്കപ്പ് ആയിരിക്കുമല്ലോ. നല്ല ബാറ്ററി ബാക്ക് ആണ്. കുറച്ച് സോണിന്റെ പഴയ സാധനം, കാരണം പഴയ സാധനത്തിൽ ഏറ്റവും പ്രീമിയം ആയിട്ട് പോലെ ഇറക്കിയ സാധനമാണിത്. ഇതൊക്കെ സോണി കുറച്ച് പഴയ ടൈമിന് ഒരു ഹൈ പ്രീമിയം ആയിട്ടാണ് അത്ര സൈസ് വരുന്നത്. ഇപ്പോഴാണ് നമ്മൾ സൈസ് കുറഞ്ഞു വരുന്നത്. हाँ मुझे वाला साइज करना है। सोनी का वो वाला बड़ा वाला क्या रेट है भैया? ये वाला हाँ नीचे वाला 2500 2500 വരണം. ഇനി എത്ര 10 ഒറിജിനൽ തന്നെയാണോ? ഒറിജിനൽ ഒന്നുമില്ല. 300 രൂപ क्या ओरिजिनल नहीं है? ഒന്നുമില്ല. 300 രൂപ 300 എടുക്കാനാ പുള്ളി പറഞ്ഞിട്ട്. 300 ഉണ്ടോ? ഫിഷാണെന്ത് റേറ്റ് ഉണ്ടോ? 26,000 രൂപ. 300 എടുത്തിട്ട് പോകാനാ പുള്ളി പറഞ്ഞത്. किसका है वो? एत्र 500 रुपये नो. कितना पता है भैया? रेट क्या पता है भैया? 15,500 രൂപ. കാറ്റിൻ്റെ അല്ലേ? കാറ്റിനല്ല, ഹെൽമെറ്റ്. ജസ്റ്റ് ബാറ്ററി സെല്ല് ഉണ്ടാവും, മുകളിൽ ഒരു ബോർഡ് പിടിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല ഇതില്. അകത്ത് ചിലപ്പോൾ മണ്ണായിരിക്കും കേട്ടോ. അത് പറയാൻ പറ്റത്തില്ല. ഈ പൊതിഞ്ഞ വെച്ചൊക്കെയല്ലേ, അതൊക്കെ ഒരു ബാറ്ററി മാറ്റി നമ്മൾ സാധാരണ റിപ്പയർ ചെയ്ത് ഉണ്ടാക്കണം. അത് പക്ക കാണും. ബൈനോക്കുലറൊക്കെ ഉള്ളല്ലേ? ബൈനോക്കുലർ ഇതൊക്കെ വില വയ്ക്കണമെന്നുണ്ട്, പക്ഷെ നമ്മൾ ഒത്തിരി വില ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്യൂ ആവും. ബാ ഡ്രോണൊക്കെ ഉണ്ടോ? ഓക്കെ. क्या रेट क्या बताया? എനിക്കിതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. ആ 6 ഇതാ നീ പറയണല്ലേ? ഇത് ബ്രാൻഡ്. ഇതിന്റെ റേറ്റ് ചോദിച്ച് 1,500 രൂപ പറയും. കഴുകി കൊണ്ടുവന്ന ഉണ്ടോ? അപ്പൊ 1,500 രൂപ ആയിരിക്കും. 1,200 1200. നമ്മൾ നോക്കും, പക്ഷെ എന്റെ ഇത് പറയും കോമഡിറ്റീസ് ഒക്കെയാ, ഏലക്ക, കുരുമുളക്, അങ്ങനെ സാധനം. ഇപ്പൊ ഒരു സ്പീക്കർ ഉണ്ട് ചോളി, അപ്പൊ ഒരു എല്ലാ ഫോണിന്റെ ബാക്ക് കണ്ടാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കി ക്യാമറ കുറച്ച് ഇടിക്കട്ടെ. റേറ്റ് വെച്ചോ. ഏതാ മോഡല്? എത്രയാടാ? 25. ആ EOS 60. ഓക്കെ, EOS 60 25,000. വിത്ത് ബോക്സ് ആണോ? ബാഗുണ്ട്, എല്ലാ പീസിനും ബാഗുണ്ട്. കളർഫുൾ जोयस्टिक ये सब ओरिजिनल है भैया? ओरिजिनल है സോണിയുടെ ഒക്കെ അല്ലേ? ചാർജറൊക്കെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുക്കാം കേട്ടോ. അതൊക്കെ കണ്ടിട്ടോ ഒറിജിനൽ ചാർജർ കിട്ടാനൊക്കെ ഇവിടെ നിന്നത്. കാരണം നമ്മള് ഇതിന് കേടല്ല, അത് സാധനം എൻ്റെ ഒന്ന് മുറിഞ്ഞു പോയി. പിന്നെ नहीं भाई ये तो अपना यहाँ से मैं कुछ नहीं. ആഗ്രഹം പാടത്ത് പോയി അങ്ങനെയാണ് 1,00,000 രൂപയുടെ ക്യാമറ കേട്ടോ, സോണിൻ്റെ ഏതൊരു മോഡൽ. റോബ് എത്ര ഏജായി? ഇന്ന് കുറച്ച് വെള്ളം വേണം കുറച്ചാ പോലെ. കുഴപ്പമില്ല. ഞാനോ എത്ര ഏജായി ഇപ്പോൾ? എനിക്ക് 29 റണ്ണിങ്. നമ്മളോ 19 റണ്ണിങ്.